അഭിനയം കണ്ടറിയണം. അഭിനയം എല്ലാവരും റോൾ എന്ന് പറഞ്ഞാൽ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. കണ്ടറിയണം അഭിനയം, അത്ര അടിപൊളി. അമേസിംഗ് മൂവിയാണ്. എക്സലന്റ്. എല്ലാവരും ഭയങ്കര നന്നായിട്ട്. ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് നെർവ് റേക്കിംഗ് ആയിട്ട് മലയാള സിനിമയിൽ പുതിയൊരു മാറ്റമായിരിക്കും. ഡെഫിനറ്റ്ലി വൺ ഓഫ് എ കൈൻഡ്. തിയേറ്ററിൽ തന്നെ കാണണം. പെർഫോമൻസ് ഒക്കെ പടം സൂപ്പറാ. എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണണം. ഗംഭീര അഭിനയം, ഗംഭീര സിനിമാറ്റോഗ്രാഫി, സൗണ്ട് എഫക്ട്സ് എല്ലാം അടിപൊളി. തിയേറ്ററിൽ വന്ന് കാണാം. എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണാം. ഏതാണ് ഈ വർഷം ഉറപ്പായിട്ട് ഈ പടം ഭയങ്കര ഇതായിരിക്കും. കാരണം അത്ര വെറൈറ്റി ഇതാണ്. എല്ലാവരും തിയേറ്ററിൽ വന്ന് തന്നെ കാണാം. ഇത് വീട്ടിൽ നിന്ന് കണ്ടാൽ പറ്റില്ല. അത്ര അടിപൊളിയാണ് തിയേറ്റർ എക്സ്പീരിയൻസ്. താങ്ക് യു. നല്ലൊരു സർവേയർ ഒരു എക്സ്പീരിയൻസ് വരുന്നുണ്ട്. നല്ല ക്യാമറ എല്ലാം നൈസ്, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ശ്രീനാഥ് ബാസിയുടെ അഭിനയം കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? എല്ലാവരും അഭിനയം അടിപൊളി. ഇപ്പോൾ സലിംകുമാറിൻ്റെ മകനാണെങ്കിൽ പോലും ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് സിനിമയിൽ. എന്നാൽ പോലും അടിപൊളി അഭിനയം. എല്ലാവരും തന്നെ കട്ടക്കി. കോമഡി ആയിട്ടാണോ സലിംകുമാറിന്റെ മകൻ അഭിനയം? ചെറിയൊരു കോമഡി ആണ്, പക്ഷെ എന്നാൽ പോലും സീരിയസ് ആണ്. ഓൾമോസ്റ്റ് സീരിയസ് റോളിലേക്കാണ് പോലും വന്നത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. താങ്ക് യു. ഈ ഫ്രെയിമും BGM-ഉം എല്ലാം നല്ല രസമായിരുന്നു. ഇറക്കമ്പോഴോ എല്ലാവരും വന്ന് കാണാൻ വീട്ടിൽ സൂപ്പർ ഹിറ്റ് ആവോ? അത്യാവശ്യം നല്ല എല്ലാ ഹിറ്റാവും. നല്ല എല്ലാവരും ഒന്നിനൊന്നിനും വെച്ചുവരും. ആ ഒരു 10 പേരുണ്ടെങ്കിൽ 10 പേരും അത്യാവശ്യം നല്ല റോളും നല്ല സൂപ്പർ റോളും. പിന്നെ ഞങ്ങളിവിടെ അടുത്ത് തന്നെ, മഞ്ഞൂരിൻ്റെ അടുത്ത് തന്നെ. എല്ലാ ദിവസവും മഞ്ഞുനെ പള്ളിയും എല്ലാം റിലേറ്റ് ചെയ്യാൻ പറ്റി. ചേട്ടന്മാര് തന്നെയാണ് ഇതിൽ ഒറിജിനൽ ക്യാരക്ടേഴ്സ് എന്ന് അറിഞ്ഞപ്പോ എന്തായിരുന്നു ലാസ്റ്റ് ഈ കോസ്റ്റ്യൂം വരെ ഉൾപ്പെടെ എല്ലാം സെയിം ആക്കാൻ നോക്കിയാൽ അതാണ് ഈ പടത്തിന്റെ ഇത്. അത്യാവശ്യം നല്ല പടം എല്ലാം കാണണം തിയേറ്ററിൽ. ഇഷ്ടമായി? കരച്ചില് വരും. ചില ആൾക്കാർ കണ്ടിറങ്ങിയത് ഇമോഷണലി ടച്ച് ചെയ്യുന്ന ഫിലിമാണ്. അതുകൊണ്ട് തിയേറ്റർ വാച്ച് എന്ന് പറഞ്ഞത്. കാരണം വന്നാൽ ആ ഇമോഷൻ കറക്റ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. അടിപൊളി പടം. അഭിനയം കണ്ടറിയണം. അഭിനയം എല്ലാവരും റോൾ എന്ന് പറഞ്ഞാൽ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. കണ്ടറിയണം അഭിനയം, അത്ര അടിപൊളി. തിയേറ്ററിൽ വന്ന് കാണാം. എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണാം. സിനിമയെ കുറിച്ച് വന്ന് കാണുക തന്നെ ചെയ്യണം. ട്രെയിലർ കാണുമ്പോൾ തന്നെ ഒരു ഐഡിയ നമുക്ക് കിട്ടുമല്ലോ. അപ്പോൾ വന്ന് കാണുമ്പോൾ കുറച്ചുകൂടി ഇഷ്ടം. മലയാള സിനിമയുടെ പുതിയൊരു മാറ്റമാണ്. പിന്നെ ഒരു ഡിഫറെന്റ് മേക്കിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അടിപൊളിയായിരിക്കും. എല്ലാവരും വന്ന് കാണാം. ഉറപ്പായിട്ടും ഇപ്പൊ തന്നെയാണല്ലോ. ഉറപ്പായിട്ടും ശരിക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. അടിപൊളിയായിരുന്നു. അത് പറയേണ്ട ആവശ്യമില്ല. എനിക്ക് മേക്കിംഗ് ആയിരിക്കും കൂടുതൽ. ഒരുപാടൊന്നും പറയാൻ അറിയത്തില്ല. പക്ഷെ സ്റ്റിൽ നല്ലൊരു ഇത് വൈബും അല്ലേ. എല്ലാം കൊണ്ടും വളരെ നന്നായിരുന്നു. എല്ലാം കൊണ്ടും അടിപൊളിയായിരുന്നു. ചന്ദൂരെ പ്രതീക്ഷ പോയാൽ ചന്ത അടിപൊളിയായിരുന്നു. പേടിയല്ല. നമുക്കൊരു ടെൻഷൻ. നമ്മൾ ഒരുപാട് റിലേറ്റ് ചെയ്യുമല്ലോ. നമുക്ക് കുറെ ഫ്രണ്ട്സ് ഒക്കെ ഉള്ളതുകൊണ്ട്. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു ടെൻഷൻ. പടം സൂപ്പറായിരുന്നു. അടിപൊളിയായിരുന്നു. BGM-ഉം ഡയറക്ഷനും എല്ലാം ചിദംബരം ആ ചേട്ടൻ സൂപ്പറായിട്ട് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു സർവൈവൽ സ്റ്റോറിയാണ്. നമ്മളെല്ലാവരും മസ്റ്റ് വാച്ച് ആണ്. കണ്ടിരിക്കേണ്ട ഒരു പടമാണ്. എനിക്കാണെങ്കിൽ ഇങ്ങനെ നെഞ്ചകിൽ നിൽക്കുമായിരുന്നു. അത്രയും സൂപ്പർ അടിപൊളിയായിരുന്നു. എല്ലാവരും കണ്ടിരിക്കണം. നല്ല മസ്റ്റ് വാച്ച് ഒരു മൂവിയാണ്. എല്ലാം ഒരു മിക്സ്ഡ് ആണ് ആക്ച്വലി. ഹ്യൂമർ ആയാലും എല്ലാം. ക്ലൈമാക്സിൽ നമ്മളിങ്ങനെ ഒരു ഇതിൽ ഇരുട്ട് പോകും. അമ്മാതിരി ഒരു മൂവിയായിരുന്നു. അടിപൊളിയായിരുന്നു. എല്ലാവരും കാണണം. ആ ഒരു മെയിൻ ഇത് വരുമ്പോഴേക്കും നമ്മൾ ശരിക്കും ഞാൻ ഇങ്ങനെ ഞെട്ടിപ്പോയി. അതതിന്റെ ഡയറക്ഷന്റെ ഏറ്റവും വലിയ പ്രത്യേകത. തീർച്ചയായും കഥ അതിനേക്കുള്ള അത് ആ ആവിഷ്കാര രീതിയിൽ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടിപ്പോടുകൂടി ഇറക്കിയത് ആ ഡയറക്ടർ ചിദംബരം സാറിന് വളരെയധികം നന്ദി. ഓക്കെ. മാളത്തെ ശരിക്കും നമ്മൾ സ്വാധീനിച്ച ഏത് കഥാപാത്രമാണ്? ആരുടെ അഭിനയമാണ് മാളത്തിന് ഏറ്റവും ഇഷ്ടം? എനിക്ക് എല്ലാവരും ലൈക്ക് ഈക്വൽ. ഓരോരുത്തരും ഓരോ ക്യാരക്ടറായിരുന്നു. എല്ലാവരും ഈക്വൽ ആയിരുന്നു. ഈവൻ ചന്തു
അപ്പോൾ അവരൊക്കെ ഫിലിം ആ രീതിയിൽ തന്നെയാണ് അവർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ബാസി കുറേ ടഫ് ടൈമിൽ കൂടെ പോയത്. പക്ഷേ ബാസിക്ക് പറഞ്ഞ പോലെ ഫ്രണ്ട്സ് കൊടുക്കുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റാണ് കൊടുത്തത് പടം. തിയേറ്റർ വാച്ചാണ്, മസ്റ്റ് വാച്ചാണ്. അതുപോലെ സുഷിൻ്റെ മ്യൂസിക്കൊക്കെ ഔട്ട്സ്റ്റാൻഡിങ്. കിടിലം പടം, കിടിലം മൂവി ഒന്നും പറയാനില്ല. നമ്മൾ മഞ്ഞുമലേസിൻ്റെ ടിക്കറ്റ് വന്നപ്പോൾ തന്നെ നമ്മൾ വെയിറ്റ് ചെയ്തെടുത്ത ടിക്കറ്റിന് ഉള്ള വേർത്തും കിട്ടിയിട്ടുണ്ട്. നമ്മൾ സർവൈവത്തിലെന്ന് വെച്ചാൽ അതിനേക്കാൾ കൂടുതലാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. മ്യൂസിക് ആയിക്കോട്ടെ, എഡിറ്റിങ്, ക്യാമറ എല്ലാം ഔട്ട് ഓഫ് മാർക്ക്. ഒന്നും പറയാനില്ല. ബാസിയാണ് സ്കോർ ചെയ്തേക്കണം പടം മൊത്തം. ബാസി ഒന്നും പറയാനില്ല, കിടിലം പടം. സൗബിനൊക്കെ പിന്നെ പറയണോ, ഇതിൽ ഓൾറെഡി ഉള്ള ആളല്ലേ, നമ്മൾ എന്താ പറയാനാ. സൗബിക്ക പൊളിച്ചിട്ടുണ്ട്. എല്ലാവരും 11 പേരും എല്ലാവരും സൂപ്പറാക്കി. തീർച്ചയായും. കാരണം സുഷിന് ഇപ്പം അങ്ങനെ ഒരു വാക്ക് പറയണമെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് അതിലെന്തെങ്കിലും ഉണ്ടായിട്ടേ പറയുള്ളൂ. പുള്ളി ഉണ്ടാക്കിയ ഇൻസ്ട്രുമെന്റ് പോലും അതിൻ്റെ ആ ഒരു പാട്ട് പോലും നമ്മുടെ സോളിലേക്ക് ശരിക്കും കയറണം. ഇതാണ് സീ പടം. ഓക്കെ. പിന്നെ സൗബിൻ്റെ തീർച്ചയായും അനായാസമായിട്ടുള്ള അഭിനയം ശരിയാണ്. ഓക്കെ. പിന്നെ അതൊക്കെ ശരിയായില്ലെന്നാണ്. ഫസ്റ്റ് ഹാഫ് ഭയങ്കര ലാഗാണ്. അല്ല, ഫസ്റ്റ് ഹാഫ് എന്താ ലാഗ് ചെയ്യണം സാറേ? ഫസ്റ്റ് ഹാഫ് ഇല്ല, വളരെ വലുപ്പം കോമഡി കാണിക്കുന്നത് മുഴുവൻ വലുപ്പം കാണിക്കുന്നത്. കോമഡി വളിപ്പാണ് ഔട്ടായില്ല, വലുപ്പാണ് കാണിക്കുന്നത്. ഫസ്റ്റ് ഹാഫ് ഭയങ്കര ലാഗാണ്. പോസിറ്റീവ് പറയാൻ രണ്ട് കാര്യമുള്ളൂ. പ്രത്യേകിച്ച് ലോജിക്കൊന്നുമില്ല. വന്നില്ല. മാലൂട്ടി പോലെ വന്നില്ല. പ്രൈവറ്റ് ഇതേപോലെ മാലൂട്ടി കഷ്ടം. ഇത് പുതുമയായിട്ടൊന്നുമില്ല. ഞാൻ കാണുന്നത്. പിന്നെ ഭാഷനെ വിളിച്ചിട്ട് സൗബിൻ സാറിനാണ്